الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ-റഹീമായ അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. രോഗമായി ഹോസ്പിറ്റലിലും പൊരയിലും കഴിയുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും പൂർണ്ണമായ ശിഫ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വമാണ് നാം പറഞ്ഞുകൊണ്ടുവരുന്നത്. 1-2 ദിവസം റജബ് മാസത്തിൽ പറയുന്ന ദിക്റിനെ കുറിച്ചിട്ടും മഹത്വങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞു. രണ്ടാമത് തുടങ്ങിയത് പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചാൽ എന്താണ് പ്രതിഫലം കിട്ടുന്നത്. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഒരാൾ നോമ്പ് നോറ്റാൽ വലിയ പ്രതിഫലമുണ്ട്. അതിനെക്കുറിച്ച് ഉള്ള ഹദീസുകളും ചരിത്രങ്ങളാണ് പറഞ്ഞത്. ഇന്നലെ നാം തുടങ്ങി വെച്ചൊരു ഹദീസുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു, നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ എന്ന് പറഞ്ഞാൽ അവരെ മേൽ ഡ്രസ്സൊന്നും ഇല്ല, കാൽ ഇടാനുള്ള ചെരുപ്പില്ല, ഒരിയാനിയായിട്ട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നഗ്നരായിട്ട് നാളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാവരെയും ഉണ്ടാക്കപ്പെടും. ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ കൂട്ടപ്പെടുന്ന രീതി എങ്ങനെയാണ്? അത് അവരെ കാലിൽ ചെരുപ്പുണ്ടാകൂല, അവരെ ശരീരത്തിൽ മറക്കാനുള്ള ഡ്രസ്സ് ഉണ്ടാകൂല. ആ നിലക്ക് ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ അവിടെ ചിന്തിച്ചു, അല്ല അല്ലാഹ് മുത്തുനബിയെ, ആണിനെയും പെണ്ണിനെയും ഉരിയാനിയായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ നിങ്ങൾ പറയുന്നു അവരുടെ ശരീരത്തിൽ തുണി ഉണ്ടാകൂല, ഉരിയാനിയായിട്ട് നഗ്നന്മാരായിട്ട് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പോ ആയിഷ ഉമ്മയുടെ ചോദ്യം, അർരിജാലു വന്നിസാഉ യൻദുറു ബഅ്ളുഹും ഇലാ ബഅ്ൾ. മുത്തുനബി, എങ്കിൽ ആണും പെണ്ണും പരസ്പരം അവർ ഔറത്തിലേക്ക് നോക്കൂലേ, അവർ ഔറത്ത് കാണൂലേ? ഒരു ആണിനെയും പെണ്ണിനെയും നഗ്നന്മാരായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ പരസ്പരം ഔറത്ത് കാണുകയില്ലേ? നോക്കി എന്തൊരു ചിന്തിച്ച് ഇന്നത്തെ സുബ്ഹാനല്ലാഹ് നമ്മളെ അവസ്ഥ. അതിൻ്റെ ഹയാ ചെന്നത് പൂർണ്ണമായിട്ടും എടുത്തു കളയപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും മറച്ചുകൊണ്ട് പുറത്തു പോകേണ്ടവരാണ് ആവശ്യമുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ. എന്താ ഒരു ഡ്രസ്സ്, എന്തൊക്കെ പിടിയും മുസ്ലിമീങ്ങളാകും ഞങ്ങളെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ ഇടുന്ന ബുർക്കയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് പൂർണ്ണമായിട്ടും ആ ശരീരത്തിന്റെ വണ്ണവും ബണ്ണവും നിറവും എല്ലാം പുറത്ത് കാണിക്കുന്ന നിലക്കാണ് ഇന്ന് പെണ്ണുങ്ങൾ കൂത്താടുന്നത്, ബജാറിൽ ചുറ്റി നടക്കുന്നത്. അള്ളാഹു തലങ്ങളെയും ഞങ്ങളുടെ പെൺമക്കളെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിന്റെ അവസാനത്തെ ഖിയാമത്ത് നാളിന്റെ കാലത്തിലാണ് നാം ഉള്ളത്. ആയിഷ ഉമ്മ ചോദിച്ചു, അല്ല മുത്തുനബിയെ, പരസ്പരം ആണും പെണ്ണും അവിടെ കാണുകയില്ലേ, ഔറത്തിലേക്ക് നോക്കുകയില്ലേ? അപ്പോഴാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്ത് ആയിഷ, അൽ അംറു അശദ്ദു, അന്നത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പരസ്പരം നോക്കുന്നത് പോകട്ടെ. അന്നത്തെ കാലത്ത് അവരെ വിഷയമേ അവർക്ക് വലുതായിപ്പോയി. 40 കൊല്ലമാണ് ഒരേ നൃത്തം. ഹബീബായ മുത്തുനബി പറയുന്നു, എവിടെയാണ് അപ്പുറം ഇപ്പുറം നോക്കുന്നത്? ഒരേ നൃത്തം 40 കൊല്ലം മഹ്ശറിൽ നിൽക്കും. ആ നിൽക്കുന്ന കൂട്ടത്തിൽ
ഞെരിയാണി വരെയും മുട്ടുവരെയും നടുവരെയും കഴുത്തുവരെയും തലവരെയും വേർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന രംഗമായിരിക്കും. ഒരാൾക്കും ഒന്നും പറയാനില്ല. ഒന്ന് നരകമായാലും പ്രശ്നമില്ല, സ്വർഗമായാലും പ്രശ്നമില്ല. ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സമയമാണ്. പരസ്പരം ഔറത്ത് നോക്കുന്ന സമയമല്ല. അവനവന്റെ വിഷയം അന്നത് അവർക്ക് വലുതാണ്. എല്ലാവരും മേൽപോട്ട് നോക്കിക്കൊണ്ട് അവിടുന്ന് കരയുന്ന പേടിക്കപ്പെടുന്ന ഒരു സമയമാണത്. പരസ്പരം ഔറത്ത് നോക്കുന്ന ഒരു സമയമല്ല. അങ്ങനത്തെ ഒരു ഓർമ്മ, അങ്ങനത്തെ ഒരു വിചാരം ഒരു മനുഷ്യന്റെയും കൽബിൽ വരൂല. അങ്ങനെ 40 കൊല്ലം, 1 2 അല്ല, 40 കൊല്ലം ഒരേ നൃത്തം അവിടെ നിൽക്കേണ്ടി വരും. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല മുത്തുനബി, എങ്കിൽ എനിക്കൊരു ചോദിക്കാനുണ്ട്. ഹൽ യുഹ്ശറു അഹദുൻ കാസിയൻ യൗമൽ ഖിയാമ? ഖിയാമത്ത് നാളിൽ ഡ്രസ് ഇട്ടിട്ട് ആരെങ്കിലും ഹാജരാക്കപ്പെടുമോ? കോടിക്കണക്കിന് അടിമകളെ നഗ്നന്മാരായിട്ട് ഉരിയാനായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ ഒരു സമയത്ത് ഡ്രസ് ഇട്ടുകൊണ്ട് നാണം മറച്ചുകൊണ്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒരു കറാമത്ത്, അങ്ങനത്തെ ഒരു ബഹുമാനം കൊടുത്ത അള്ളാഹുവിന്റെ അടിമയുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഹബീബായ മുത്തുനബി പറഞ്ഞു, ഉണ്ട്. എല്ലാവരും നഗ്നന്മാരായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടും. അവരെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്, അൽ അംബിയാഉ, അംബിയാക്കന്മാർ. അള്ളാഹുവിന്റെ നബിമാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നഗ്നന്മാരായിട്ടല്ല. അവർക്ക് മറക്കാൻ ഡ്രസ് അള്ളാഹു തആല കൊടുക്കും. വഅഹ്ലുഹും, അവരെ കുടുംബക്കാർ, അവരെ അഹ്ലുകാർ, അവർക്കും അള്ളാഹു തആല ഡ്രസ് ഇട്ടുകൊണ്ടെന്താക്കും, ഒരുമിച്ച് കൂട്ടപ്പെടും. റസൂലുള്ളാഹിന്റെ ഹദീസ് ഇത്രയുണ്ട്. ഒരാൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ഒരാൾ നാണം മറക്കാൻ വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് ഡ്രസ് കൊടുത്താൽ, ദുനിയാവിൽ മറ്റൊരാളിന് എന്താക്കിയ ഡ്രസ് എടുത്തു കൊടുത്തെങ്കിൽ അവരെ നാണം മറക്കാൻ വേണ്ടി, അവരെ ഔറത്ത് മറക്കാൻ വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് ഡ്രസ് എടുത്തു കൊടുത്താൽ നാളെ ആഖിറത്തിൽ വെച്ച് അവർക്ക് അല്ലാഹു തആല ഡ്രസ് കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരുപാട് ഹദീസുണ്ട്. അപ്പൊ ആയിഷ ഉമ്മയോട് മുത്തുനബി പറഞ്ഞു, അമ്പിയാക്കന്മാർ അവർ അഹ്ലുകാർക്ക് എന്താക്കും, അവരുടെ ഡ്രസ് ഇട്ടിട്ട് എന്താക്കും, ഒരുമിച്ച് കൂട്ടപ്പെടും. അതേപോലെ സ്വാഇമു റജബിൻ വശഅബാന വറമളാന അലൽ ബിലാൽ, റമളാൻ മാസത്തിലും ശഅബാൻ മാസത്തിലും റജബ് മാസത്തിലും നോമ്പ് നോൽക്കുന്ന മുഅ്മിനീങ്ങൾക്കും അന്നത്തെ നാളിൽ അവരെന്താക്കപ്പെടും, ഡ്രസ് ഇട്ടുകൊണ്ട് നാണം മറച്ചുകൊണ്ട് അവരെന്താക്കപ്പെടും, ഹാജരാക്കപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റജബ് മാസത്തിന്റെ നോമ്പിനിക്ക് ബഹുമാനമുണ്ട്, ശഅബാൻ മാസത്തിൽ നോമ്പിനിക്ക് ബഹുമാനമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വളരെ നിർബന്ധമായ റമളാന്റെ നോമ്പ്. അപ്പൊ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആരെങ്കിലും റജബിലും ശഅബാനിലും റമളാനിലും നോമ്പ് നോറ്റാൽ ആ മുഅ്മിനീങ്ങൾക്ക്, ആ മുഅ്മിനാത്തുകൾക്ക് അവരെന്താക്കപ്പെടും, നാണം മറച്ചുകൊണ്ട് അവരെന്താക്കപ്പെടും, ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ റജബിന്റെ നോമ്പിനിക്ക് ബഹുമാനമുണ്ട്. അല്ലെ, സാഹിറ എന്ന സ്ഥലത്തിലാണ് കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇസ്രാഫിൽ അലി ഇസ്ലാമിന്റെ 2ാമത്തെ ഊത്ത്, എല്ലാവരും ഖബറിന്റെ പുറത്തു വന്ന് ആ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അതാ ഡ്രസ് ഇട്ടുകൊണ്ട് നല്ല അഭിമാനത്തോടു കൂടി ഒരു കൂട്ടം ആളുകൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടും. അത് അമ്പിയാക്കന്മാർ, അവരഹ്ലുകാർ. അതേപോലെ റമളാനിലും ശഅബാനിലും റജബിലും നോമ്പ് നോറ്റ ആളുമാർക്ക് അല്ലാഹു തആല ഡ്രസ് അണിയിപ്പിച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടും. അല്ലാഹു അവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നോമ്പിനെ കുറിച്ച്
പറയുന്ന ഒരുപാടുണ്ട്. ഇനി നമുക്ക് ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് എല്ലാ കൊല്ലവും കേൾക്കുമ്പോലെ കുറച്ചൊക്കെ ഉണ്ടാക്കണം, പഠിക്കണം. റബ്ബ് തൗഫീഖ് ചെയ്ത ഇൻഷാ അല്ലാഹ് ഇതിനുള്ള ക്ലാസ്സിൽ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. അല്ലാഹു തആല ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി ആ റബ്ബിന്റെ ലിഖാഇനെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ, പാപ്പ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, ഉസ്താദുമാർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മെ പരിശ്രമിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, നമ്മെ സഹായിച്ച സഹകരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും സ്വർഗത്തിലെത്താനും മുത്തുനബിന്റെ കൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ലിഖാഇനെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലം.